ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കട്ടൻ വിത്ത് കുട്ടനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ എഗ് ഫ്രൈ ആണ്. ഈ വെജിറ്റബിൾ എഗ് ഫ്രൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ നിറങ്ങളുള്ള പച്ചക്കറികളും മുട്ടയും ചീസും ഉപയോഗിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായതിന് ശേഷം ഒരു സവാള ചെറു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഈ സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു റെഡ് കളർ ആകുന്നത് വരെ നമുക്ക് വേവിക്കാം. അതെ, നമ്മുടെ സവാള ഇവിടെ റെഡ് കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് സവാളയുടെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളും ഇതിലുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കിയാലോ. വിറ്റാമിൻ എയും സിയും ധാരാളം ഉള്ളതാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. അതുകൂടാതെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ക്യാപ്സിക്കം. മൂടി തുറന്നതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഡാർക്ക് സോസ് ഒഴിച്ചു കൊടുക്കണം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 തക്കാളിയാണ്, ചെറുതായി അരിഞ്ഞത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്കിത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വേവിക്കാം. അതെ, ഇതിൽ ചേർത്തിട്ടുള്ള തക്കാളിയുടെ ഗുണങ്ങളെ പറ്റി ഒന്ന് നമുക്ക് നോക്കിയാലോ. തക്കാളിയിൽ വിറ്റാമിൻ സി ധാരാളം ഉള്ളതാണ്. അതുപോലെ തന്നെ ലൈക്കോപ്പിൻ ഉള്ളതിനാൽ ഹൃദയ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഈ തക്കാളി നല്ലതാണ്. അതെ, 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വേവിച്ച വെജിറ്റബിളിലേക്ക് 5 മുട്ട മഞ്ഞക്കരു പൊട്ടിച്ച് കളയാതെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് സ്ക്വയർ ചീസും 4 വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ഇനി മുട്ടയുടെ ഗുണങ്ങളെക്കുറിച്ച് നോക്കിയാലോ. ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഒരു വിഭവമാണ്. വിറ്റാമിൻ B12, D, കോളിൻ എന്നിവയുടെ ഉറവിടവുമാണ് മുട്ട. മുട്ടയുടെ ഉപയോഗം എന്ന് പറയുന്നത് പേശികളുടെ വളർച്ചയ്ക്കും ശരീരശക്തിക്കും നമ്മളെ സഹായിക്കുന്നു. അതെ, നമ്മുടെ വെജിറ്റബിൾ എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊരു ഹെൽത്തി റെസിപ്പിയാണേ. ഈ റെസിപ്പി ഇല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഈവനിങ് സ്നാക്സ് ആയോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്തായാലും ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ ഞങ്ങളുടെ വിജയം. അപ്പോൾ താങ്ക് യു.